എനിക്ക് സന്തോഷമാണ് വരുന്നത്. ഓ അത് ശരിയാ. എന്നെ കുറിച്ചാണല്ലോ അവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ അവരോട് ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ ചെയ്തു ഒരു പ്രശ്നമില്ല? എത്ര തവണ പറഞ്ഞു ട്രോൾ ചെയ്തോളാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എത്ര പ്രാവശ്യം പറഞ്ഞു. ഇപ്പൊ ട്രോള് നിർത്തി ഇത് പറഞ്ഞതിന് ശേഷം. അങ്ങനെ പറഞ്ഞതിന് ശേഷം ട്രോള് നിർത്തി. ഓ വല്ലാത്ത വിഷമായി. കാരണം ഇത് പറഞ്ഞോടെ ട്രോള് നിർത്തി. ഇടയ്ക്കിടയ്ക്ക് ട്രോള് വന്നോണ്ടിരുന്നേ. പക്ഷെ അപ്പൊ അവർക്ക് മനസ്സിലായി ഇതാ എന്റെ ഇഷ്ടം എന്ന് പറഞ്ഞപ്പോഴേ എന്റെ ഇഷ്ടത്തിന് വിവരം ചെയ്യണമല്ലോ. അപ്പോൾ ട്രോള് നിർത്തി. ഒരു MLA ആയിട്ട് നിയമസഭയിലേക്ക് കയറി ചെല്ലുമ്പോ എന്തായിരുന്നു മനസ്സിലൂടെ പോയിക്കൊണ്ടല്ല? അതൊരു അവിചാരിതമായിട്ടുള്ള ഒരു തീരുമാനവും ഇലക്ഷനും ഇത്ര പെട്ടെന്ന് ഇലക്ഷൻ നടക്കുമെന്നും ഒക്കെ നമ്മൾ വിചാരിച്ചിരുന്നില്ല. അപ്പം അതിന്റെ പിന്നെ അപ്പയില്ലാത്ത ഒരു അസംബ്ലിയിലോട്ട് ചെയ്തത് അതിൻ്റെതായ വിഷമങ്ങളുണ്ട്. അന്ന് അവിടെ ചെന്ന് നിന്നപ്പോ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമെന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും നമ്മുടെ മനസ്സിലേക്ക് വരില്ലേ? ഇന്ന കാര്യങ്ങളൊക്കെ എനിക്ക് നാട്ടുകാർക്ക് വേണ്ടി ചെയ്യണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവിടെ വെച്ച് എന്തെങ്കിലും ഒരു മനസ്സിലേക്ക് വന്നിരുന്നോ? ജസ്റ്റിസ് എന്നുള്ള ഒരു കാര്യമുണ്ട്. അതാണ് ഏതൊരു നിയമസഭയും സെർവ് ചെയ്യേണ്ടത്. അത് സെർവ് ചെയ്യണം എന്നുള്ളതാണ് ഉത്തമമായ വിശ്വാസം. ഉമ്മൻചാണ്ടി സാർ ഭയങ്കര ദൈവവിശ്വാസിയായിരുന്നു. അതോ എന്തൊക്കെ തിരക്കുകൾ ഉണ്ടെങ്കിലും അദ്ദേഹത്തെ പള്ളിയിൽ കാണാൻ പറ്റുന്ന ഒരാളായിരുന്നു. അങ്ങനെ തന്നെയാണോ മോനും? അങ്ങനെ ഒരു ദൈവവിശ്വാസിയാണെന്ന് ചോദിച്ചാൽ അപ്പൊ അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താ അമ്മ പറഞ്ഞിട്ടുള്ള ദൈവവിശ്വാസമാണ് കൂടുതൽ. അപ്പൊ അതേസമയം അത് പേഴ്സണലി പ്രാർത്ഥിക്കും. ഉറങ്ങുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചാൽ കിടക്കുന്നത്. എഴുന്നേൽക്കുമ്പോൾ എനിക്കൊന്ന് പ്രാർത്ഥിക്കുന്നു. പള്ളിയിൽ പോകുന്നത് അദ്ദേഹം കൃത്യമായി ഞായറാഴ്ചകളിൽ. പക്ഷെ അത് അമ്മയാണ് കേട്ടോ. കാരണം 20 വർഷമായിട്ട് അമ്മ നിർബന്ധിച്ചുള്ള പോക്ക്. അതല്ലെങ്കിൽ ഇവിടെ എല്ലാ ആളുകളെ കണ്ട് ഏറ്റവും അവസാനം പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ മകനിലേക്ക് വന്നപ്പോഴോ അത് അമ്മ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നല്ലേ? പള്ളിയിൽ പോകുന്ന കാര്യത്തിൽ പ്രാർത്ഥന കാര്യത്തിൽ വളരെ ഇതായിരുന്നു. ഏതെങ്കിലും കാലത്ത് മകൻ റിബൽ ആവാൻ ശ്രമിച്ചിട്ടുണ്ടോ? അല്ല, റിബൽ ആവേണ്ട കാര്യമില്ല. നമുക്ക് ചില ബോധ്യങ്ങളുണ്ട്. ആ ബോധ്യങ്ങൾ നമ്മൾ മാറേണ്ട കാര്യമില്ല. ഈ ഭാരത് ജോഡോ യാത്ര നടത്തിയ സമയത്ത് ഇങ്ങനെ എന്താ പറയാ, ഡൽഹി നഗരത്തിലൂടെ അല്ലെങ്കിൽ ഡൽഹിയിലെ ചെറിയ സ്ട്രീറ്റുകളിലൂടെ ഇങ്ങനെ ചെരുപ്പില്ലാതെയൊക്കെ നടക്കുമ്പോ ഒക്കെ മനസ്സിൽ കൂടെ എന്തായിരുന്നു പോയിക്കൊണ്ടിരുന്നത്? നമുക്ക് പരിചിതമല്ലാത്ത വഴികൾ അല്ലെ? എനിക്ക് ഡൽഹി മൊത്തം പരിചിതം. ഓ അങ്ങനെ ആയിരുന്നു അവസാനത്തേക്ക്? ഡൽഹി എനിക്ക് ഏത് വഴിയും എനിക്കറിയാം. മിക്കവാറും സെൻട്രൽ ഡൽഹിയില് കാരണം ഞാൻ നടന്നു തന്നെ പോയിട്ടുണ്ട്. എനിക്ക് ഞാൻ പറഞ്ഞില്ല, ജനക്പുരി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ നടന്നാ പോയത്. നടന്നു പോകുമ്പോഴാണ് ഈ കുട്ടിയെ കണ്ടത്. അപ്പൊ ഞാൻ പലതവണ ഡൽഹി നഗരത്തിലൂടെ പല പ്രാവശ്യം നടക്കുകയും അപ്പൊ എനിക്ക് ആ നഗരം വളരെ പരിചിതമായിട്ടുള്ള സ്ഥലമാണ്. അപ്പൊ എന്റെ കോളേജ് അവിടെയായിരുന്നു, എന്റെ എല്ലാ എഡ്യൂക്കേഷനും അവിടെയായിരുന്നു. അതുകൊണ്ട് ഡൽഹി അപരിചിതമായിട്ടുള്ള പ്ലേസ് അല്ല. അതുകൊണ്ട് വഴികളെല്ലാം വളരെ എനിക്ക് കൃത്യമായിട്ടുള്ള ധാരണയുണ്ട്. അച്ഛൻ ചെയ്ത എന്തെങ്കിലും ഒരു കാര്യം തുടർന്ന് കൊണ്ടുപോകണം എന്ന്